ഹായ്, എല്ലാവർക്കും നമ്മുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എലിംസ് കോളേജ് തൃശ്ശൂരാണ്. അപ്പോൾ ഞാൻ കോളേജിൻ്റെ എൻട്രൻസിലാണുള്ളത്. ഉള്ളിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കോളേജിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിന് ക്ലാസ് ഉണ്ടോയെന്ന് അറിയില്ല, ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, കയറി വരുമ്പോൾ തന്നെ ഒരു നൈസായിട്ട് എലിംസ് കോളേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നൊക്കെ എഴുതിയിട്ട് ബോർഡൊക്കെ ഉണ്ട്. ഉള്ളിലേക്ക് പോയി നോക്കാം, ബയോ. അപ്പോൾ അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഐ ലവ് എലിംസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആംബിയൻസ് കൊള്ളാം. പിന്നെ സ്റ്റുഡൻസൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞിടത്തോളം ഫസ്റ്റ് ഇയേഴ്സാണ്. നമുക്ക് എന്തായാലും അവരോട് ചോദിച്ചു നോക്കാം, അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, എന്താ പേര്? സിനാൻ. ഇവിടെ ആദിൽ, അഭിയാൻ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോ എടുത്തു, മൈക്ക് ഓൺ ആക്കാൻ മറന്നു. ഇതിപ്പോൾ അവരോട് എല്ലാം പരിചയപ്പെട്ട ഞാൻ ഇനി വീണ്ടും ഒന്നുകൂടി പരിചയപ്പെടണം. ഓക്കെ, നിങ്ങൾ കോഴ്സ് ഏതാ? പലതും മിക്സ് ആയിട്ടാണ് അവർ. ഓക്കെ, ഏതാ? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ്. ഇവൻ എൻ്റെ നാട്ടുകാരനാട്ടോ, ഞാൻ പറഞ്ഞിരുന്നു, ചാലിശ്ശേരിക്കാരനാണ്. പിന്നെ അവിടെ BBA ഫൈനൽ ഇയർ. ഏതാ? ഏവിയേഷൻ ബികോം. BSc ബികോം ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ്. അപ്പോൾ എങ്ങനെയുണ്ട് കോളേജ്? നല്ലൊരു കോളേജാണ്. പഠിക്കാൻ വരുന്നവർക്കൊക്കെ വളരെയധികം ഗുണപൂർണവും ഹയർ കോളേജാണ്. അടിപൊളിയാണ്. എനിക്ക് അങ്ങനെ കുഴപ്പമില്ല, ഞാൻ പഠിക്കും, കുഴപ്പമൊന്നുമില്ല. അവൻ പഠിക്കും, എല്ലാവരും പഠിക്കും. അങ്ങനെ പഠിക്കാറില്ല. പിന്നെ സ്പോർട്സ് പരിപാടികൾക്കൊക്കെ സ്പോർട്സ് അവിടെ പിന്നെ പ്രത്യേകിച്ച് സ്പോർട്സിന്റെ ഒന്നും ഇല്ല. സപ്പോർട്ടിങ് ഗ്രൗണ്ട് ഉണ്ട്, ഇടയ്ക്ക് ലീഗൊക്കെ വെക്കും. ഹോളി പരിപാടികൾ. പിള്ളേർ ഉച്ചക്കാകുമ്പോ ബോൾ കെട്ടി കളിക്കും. അപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാള്? ഓക്കെ, ഇനി ഇക്ക് എന്തൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റിയുണ്ട് ഉള്ളത് കോളേജിൽ? അവിടെ ഒരു മുളങ്കാടുണ്ട്. മുളങ്കാടുണ്ട്. നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു നമ്മുടെ മറ്റേ ഇവര് വരുന്ന BSI എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യണം. അവര് ഒരു വർഷത്തിൽ അടിപൊളി പരിപാടികൾ, നല്ല പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചെറിയ രീതിയിലൊക്കെ കിട്ടും, പ്രോഗ്രാം കിട്ടുന്നുണ്ട് അല്ലേ? വലിയ രീതിയിൽ കിട്ടും. അപ്പോൾ വലിയ രീതിയിൽ പ്രോഗ്രാംസ് ഉണ്ട്. മാർക്കറ്റിംഗ് കമ്പനിയാണ് അതല്ലേ? BSI എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. വീണ്ടും ഒരു ഹൈ പറഞ്ഞു. അവരോട് ആദ്യത്തെ ഇമ്പ്രഷൻ അടിപൊളിയായിരുന്നു. പിന്നെ നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനായിട്ടും BSIയുടെ അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതാ കയറി വരുമ്പോൾ നൈസായിട്ട് ഇവിടെ ഒരു ഗേറ്റും, ചെറിയൊരു ഗേറ്റൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുന്ന സ്പേസ് അതാണ്. അപ്പോൾ ഗൈസ്, ഗേറ്റും കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദേ ഇവിടെ ആയിട്ടൊരു ഗ്രൗണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഫുട്ബോളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ഒരു ബിൽഡിംഗ് എന്ന് പറയണത്. നിങ്ങളിപ്പം നമ്മളിപ്പോൾ അവരോട് പരിചയപ്പെട്ടതിൽ നമുക്ക് മനസ്സിലാക്കിയത് BBAയിലാണെങ്കിലും BCOമിലാണെങ്കിലും BCA BSc എല്ലാത്തിലും പല ആഡ് ഓൺ പ്രോഗ്രാംസും ഉണ്ട്. ആക്ച്വലി അത് നല്ലൊരു കാര്യമായി. നോർമൽ BBA BCA BCom ഒക്കെ ഉണ്ട്, കൂടാതെ ആഡ് ഓൺ പ്രോഗ്രാംസ് ഉള്ളത് ടീമുകളും ഉണ്ട് കേട്ടോ. അപ്പം ഇത് നേരെ കയറി പോകുന്നത് നമ്മൾ കോളേജിലേക്കാണ്. ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്കാണ് പോണത്. ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആക്ച്വലി ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ ഒറ്റ ബിൽഡിങ് പോലെ തോന്നി, എങ്കിലും ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കയറിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ബാക്കിൽ വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് MCOമിൻ്റെ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. കൊള്ളാം എന്തായാലും. അപ്പോൾ ഗൈസ്, ഇവിടെ ഉള്ള കോഴ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BBA BCom BCA BSc അതുപോലെ MBA ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആഡ് ഓൺ പ്രോഗ്രാംസ് ഒക്കെ ഏതൊക്കെ ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ എപ്പിസോഡിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് നമ്മളുടെ കൂടെ കോളേജിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ബാംഗ്ലൂരാണ് വരുന്നത്. നിങ്ങൾക്ക് ബാംഗ്ലൂർ നിങ്ങൾ ഏതെങ്കിലും കോളേജ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയി കോളേജും കാര്യങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ,
അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം, അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വഴി നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ വഴി തന്നെ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, പിന്നെ കൂടെ വന്ന എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ലെവലിലേക്കൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിനായിട്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗൈസ്, നമ്മളെ ക്യാമ്പസ് ഡയറീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ തൃശ്ശൂരുള്ള എലിംസ് കോളേജാണ് നമ്മൾ റിവ്യൂ ചെയ്തത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്ത ഏത് കോളേജ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ അഡ്മിഷൻ പരമായിട്ട് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്തായാലും മസ്റ്റായി ചെക്ക് ചെയ്യുക. അവിടെയുള്ള എല്ലാ എഡോൺ പ്രോഗ്രാംസും കോഴ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. താങ്ക് യു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. ബൈ.